കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെർബിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ ഈ ക്ലാസ് മുതൽ ടെൻസ് എന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടെൻസ് 12 ടെൻസ് ഉണ്ട്. കാലം എന്നാണ് ടെൻസിൻ്റെ അർത്ഥം. ടെൻസ് 12 ഭാഗങ്ങളുണ്ടെന്ന് പറയാം. ടെൻസ് ശരിക്കും 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓരോ ഭാഗത്തിനും 4 ഭാഗങ്ങൾ ഉപവിഭാഗങ്ങൾ ആക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ പ്രസൻറ്റ് ടെൻസിലെ ആദ്യത്തെ ഭാഗമായ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. ഇത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ നിശ്ചയമായും അറിഞ്ഞിരിക്കണം. കൂടാതെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ടെൻസിനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ നാളെ ചായ കുടിച്ചു എന്ന അർത്ഥത്തിൽ, അത് തെറ്റാണല്ലോ, ഞാൻ നാളെ ചായ കുടിക്കും എന്നാണ് പറയേണ്ടത്. ഇത്തരത്തിലുള്ള ചില വേരിയേഷൻസ്, ചില അബദ്ധങ്ങൾ ഒരുപക്ഷെ ഈ ടെൻസ് അറിയില്ല എങ്കിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് സംഭവിക്കാം. നമ്മൾ എക്സാമിനേഷന് പഠിക്കുമ്പോൾ ഇതിൻ്റെ റൂൾസ് കൃത്യമായി അറിഞ്ഞിരിക്കണം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഭാഗങ്ങൾ, റൂൾസ് സിമ്പിളായി നമുക്ക് പഠിക്കാൻ നോക്കാം. ഈ വീഡിയോ മുതൽ നമ്മൾ ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ടെൻസ്, കാലം എന്ന ആ ഭാഗത്തേക്ക് കടക്കുകയാണ്. ടെൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയട്ടെ. ടെൻസ് എല്ലാ ഭാഷയിലും ഉള്ളതുപോലെ ഇംഗ്ലീഷിലും 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, ഈ പ്രസൻറ്റ് ടെൻസിനെ 4 ആയി തിരിച്ചിട്ടുണ്ട്, പാസ്റ്റ് ടെൻസിനെ 4 ആയി തിരിച്ചിട്ടുണ്ട്, ഫ്യൂച്ചർ ടെൻസിനെയും 4 ആയി തിരിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം 12 ഭാഗങ്ങളാണ് നമുക്ക് ടെൻസുമായി ബന്ധപ്പെട്ട് പ്രധാനമായി പഠിക്കാനുള്ളത്. പ്രസൻറ്റ് ടെൻസിലെ ആദ്യത്തെ ഭാഗമായ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ഇവിടെ കുറച്ച് സെൻറ്റൻസുകൾ എഴുതിയിട്ടുണ്ട്. ഈ സെൻറ്റൻസുകളെല്ലാം തന്നെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള സെൻറ്റൻസുകളാണ്. ഹീ പ്ലേസ് ക്രിക്കറ്റ്. ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്നതാണ്. ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്നു എന്നോ, കളിക്കും എന്നോ, കളിച്ചിട്ടുണ്ട് എന്നോ, കളിച്ചു എന്നോ ഒന്നുമല്ല ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അടുത്ത സെൻറ്റൻസ്, അവൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അടുത്ത സെൻറ്റൻസ്, അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ട്, ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അപ്പോൾ കളിക്കാറുണ്ട് സ്ഥിരമായി സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. സ്ഥിരമായി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഹിൻഡ് വേർഡ്സ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതെല്ലാം തന്നെ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഈ സെൻറ്റൻസിലേക്ക് തിരിച്ചു വന്നാൽ, ഈ സെൻറ്റൻസ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ, ഇവിടെ പ്ലേ എന്ന് പറയുന്ന വെർബ്, കളിക്കുക എന്ന വെർബ്, കളിക്കുക എന്ന വെർബ് ഒരു സെൻറ്റൻസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കളിക്കാറുണ്ട് എന്ന അർത്ഥത്തിലേക്ക് എത്തുന്നു. കളിക്കാറുണ്ട്, ആരാണ് കളിക്കാറുള്ളത്? ഹി, അവൻ ആണ് കളിക്കാറുള്ളത്. അതുകൊണ്ട് അവൻ എന്ന ആ വാക്കിനെ നമുക്ക് സബ്ജക്റ്റ്, കർത്താവ് എന്ന് പറയാം. അതുപോലെ അവൻ കളിക്കാറുണ്ട്, എന്താണ് കളിക്കാറുള്ളത്? ക്രിക്കറ്റ് ആണ് കളിക്കാറുള്ളത്. അതുകൊണ്ട് ക്രിക്കറ്റിനെ നമുക്ക് ഒബ്ജക്റ്റ് അഥവാ കർമ്മം എന്ന് പറയാവുന്നതാണ്. ഇതുപോലെ തന്നെയാണ്, ഈ ഒരേ പാറ്റേണിലാണ് ഈ 4 സെൻറ്റൻസുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സ്ഥിരമായി സംഭവിക്കുന്ന കാര്യങ്ങൾ, യൂണിവേഴ്സൽ ട്രൂത്ത്, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയാം. ഉദാഹരണം, അത് യൂണിവേഴ്സൽ ട്രൂത്താണ്. സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത്. എല്ലാ ദിവസവും സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള യൂണിവേഴ്സൽ ട്രൂത്തുകൾ പറയാൻ, അതുപോലെ സയൻറ്റിഫിക് ഫാക്ട്സ് പറയാൻ, സ്ഥിരമായി സംഭവിക്കുന്ന കാര്യങ്ങൾ പറയാൻ, എവറി ഡേ, എവറി ഈവനിങ്, ഡെയിലി, എവറി മന്ത്, എവറി വീക്ക്, ഇത്തരത്തിൽ കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന വെർബിൻ്റെ ഫോം എന്ന് പറയുന്നത് V1 ആണ് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. V1 വെർബിൻ്റെ 1ാമത്തെ രൂപമാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ പ്രധാനമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 ഗ്രാമർ നിയമങ്ങളാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ളത്. ഈ 4 സെൻറ്റൻസുകൾ ഒന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് ആ നിയമങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാകും, എളുപ്പത്തിൽ മനസ്സിലാകും. ആദ്യത്തെ സെൻറ്റൻസിൽ ഹീ ആണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ക്രിയ ചെയ്യുന്ന ആൾ. പ്ലേ എന്ന ക്രിയ ചെയ്യുന്നത് അവനാണ്, അതുകൊണ്ട് അവൻ സബ്ജക്റ്റാണ്. അവൻ എന്ന സബ്ജക്റ്റ് ഏകവചനമാണ്, സിംഗുലർ ആണ് ഇംഗ്ലീഷിൽ. ഓക്കെ, അടുത്ത സെൻറ്റൻസിൽ ഷീ എന്ന സബ്ജക്റ്റ്, ഷീ പ്ലേസ് ക്രിക്കറ്റ്, അവൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ കളിക്കുന്നത് അവളാണ്. അവൾ എന്ന ആ സബ്ജക്റ്റ് സിംഗുലർ ആണ്. ഓക്കെ,
ഇത്തരത്തിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സിംഗുലർ സബ്ജക്റ്റ് ആണ് വരുന്നത് എങ്കിൽ വെർബിനോടൊപ്പം ഒരു എസ് ചേർക്കണം, അല്ലെങ്കിൽ IESഉം ആകാം. കാരണം ഇവിടെ ക്രൈ എന്ന വെർബായിരുന്നുവെങ്കിൽ CRIES എന്ന് വരുമായിരുന്നു. അങ്ങനെ പ്ലേസ്, ക്രൈസ് ഇത്തരത്തിൽ എസ്സോ IESO ചേർത്ത് ഒരു ഫോം കണ്ടു കഴിഞ്ഞാൽ, വെർബിൻ്റെ രൂപം കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചേക്കണം അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആയിരിക്കും എന്ന്. ഇവിടെ ഹീ എന്നത്, അവൻ എന്നത് ഏകവചനമാണ്, അവൾ എന്നത് ഏകവചനമാണ്. അതുകൊണ്ടാണ് പ്ലേ എന്ന ആ വെർബിനോടൊപ്പം നമ്മൾ എസ് ചേർത്തിരിക്കുന്നത്. എന്നാൽ അടുത്ത സെൻറ്റൻസിലേക്ക് ദേ പ്ലേ ക്രിക്കറ്റ് എന്ന ആ സെൻറ്റൻസിലേക്ക് വരുമ്പോൾ അവിടെ അവർ ആണ് സബ്ജക്റ്റായി വരുന്നത്. ദേ എന്നാൽ അവർ. അവർ ഒരുപാട് പേരുണ്ട്, 2 പേരാകാം, അല്ലെങ്കിൽ 1,00,000 പേരാകാം, 1 കോടി ആളുകളാകാം. എന്തായാലും അവർ എന്ന് പറയുന്നത് ബഹുവചനമാണ്, പ്ലൂരൽ എന്ന് ഇംഗ്ലീഷിൽ പറയും. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പ്ലൂരൽ ആണ് സബ്ജക്റ്റ് എങ്കിൽ വെർബിനോടൊപ്പം ഒരു എസ് ചേർക്കേണ്ടതില്ല. വെർബിൻ്റെ ആ ഫോം അത്തരത്തിൽ തന്നെ എഴുതിയാൽ മതി. ഈ സെൻറ്റൻസ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ ദേ പ്ലേ ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്ന് അർത്ഥത്തിലേക്ക് നമുക്ക് കിട്ടുന്നു. ദേ എന്നത് പ്ലൂരൽ ആയതുകൊണ്ട്, ബഹുവചനമായതുകൊണ്ടാണ് പ്ലേ എന്ന് മാത്രം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്നത് ഞാൻ എന്നത് ഒരാളാണ് എങ്കിലും ഐയോടൊപ്പം നമ്മൾ ഒരിക്കലും പ്ലേസ് എന്ന് പറയാറില്ല. ഹീ ഒരാളാണ്, അതുകൊണ്ട് എസ് ചേർത്തു. ഷീ ഒരാളാണ്, അതുകൊണ്ട് എസ് ചേർത്തു. ഒരാളാണ്, അതുകൊണ്ട് ഒരു എസ് ചേർക്കരുത്. കാരണം എന്ന ഈ സബ്ജക്റ്റിന് ഇംഗ്ലീഷിൽ പലപ്പോഴും പല റൂൾസായി കടന്നു വരുന്നത് കാണാം. അതാണ് എക്സെപ്ഷണൽ റൂൾസ് ഓഫ് എന്ന് പറയുന്നത്. ഈ ഐക്ക് പലപ്പോഴും എക്സെപ്ഷണലായ കുറച്ച് റൂൾസ് ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. അത് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ച് ബേസിക്കായി ഇത്ര മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ, ഹീയോ ഷീയോ ആണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയാകാം, അരുൺ, അനു പോലെയുള്ള വാക്കുകൾ, പേരുകൾ, അതെല്ലാം ഓരോ വ്യക്തികളാണ്. ഒരാളാണ് സബ്ജക്റ്റ് എങ്കിൽ ഒരു എസ് അല്ലെങ്കിൽ IES വെർബിനോടൊപ്പം ചേർക്കുക. അത്രമാത്രമേ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുള്ളൂ. ഇതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ബേസിക്കായ റൂൾസ് എന്ന് പറയുന്നത്. ഇനി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എക്സാമിനേഷൻസിൽ വരുമ്പോൾ ഈ വാക്കുകളുമായി ബന്ധപ്പെട്ട് ചില ഹിൻഡ് വേർഡ്സ് എല്ലാം കാണാറുണ്ട്. നമ്മൾ ഹിൻഡ് വേർഡ്സ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസുമായി ബന്ധപ്പെട്ട് കാണാറുണ്ട്. ജനറലി, യൂഷ്വലി, വൺസ് ഇൻ എ ഡേ, വൺസ് ഇൻ എ മന്ത്, സെൽഡം, ആനുവലി, ഓൾവേസ്, ഓഫൺ, ഒക്കേഷണലി, ഫ്രീക്വൻ്റ്ലി, റെഗുലർലി, ഹാർഡ്ലി, റയർലി, ഡെയിലി, വീക്ക്ലി, എവ്രി ഡേ, ഇത്തരത്തിലുള്ള എല്ലാ വാക്കുകളും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഈ വാക്കുകളെല്ലാം നോട്ട് ചെയ്തു വയ്ക്കുക. ഇംഗ്ലീഷിൽ ഈ PSC അല്ലെങ്കിൽ UPSC പോലെയുള്ള ഏത് എക്സാമിനേഷൻസിനും സിമ്പിൾ പ്രസൻറ്റ് ടെൻസുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുമ്പോൾ ഈ വാക്കുകൾ ആ സെൻറ്റൻസുകളിൽ ഉണ്ടാകാറുണ്ട്. നമുക്ക് ഉദാഹരണത്തിന് ഒരു ചോദ്യം, മുൻ വർഷങ്ങളിൽ നമ്മുടെ PSC പരീക്ഷകൾക്കും മറ്റും വന്നിട്ടുള്ള ചില ചോദ്യങ്ങളൊന്ന് നോക്കാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, ദ എർത്ത് ഡാഷ് അറൗണ്ട് ദ സൺ. ദ എർത്ത് ഡാഷ് അറൗണ്ട് ദ സൺ. സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നു എന്നതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. യൂണിവേഴ്സൽ ട്രൂത്ത് എല്ലാം തന്നെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ പറയുക. ഇവിടെ ആൻസറായി വരുന്നത് റിവോൾവ്, റിവോൾവ്സ്, റിവോൾവിങ്, റിവോൾവ്ഡ് എന്നീ 4 ഓപ്ഷനിൽ നിന്നും നമുക്ക് ആൻസറായി തിരഞ്ഞെടുക്കാവുന്നത് റിവോൾവ്സ് എന്ന ആൻസറാണ്. രണ്ടാമത്തെ റിവോൾവ്സ് എന്ന ആൻസറാണ് ഇവിടെ എടുക്കേണ്ടത്. കാരണം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിനോടൊപ്പം ഒരു എസ് ചേർക്കണം എന്ന ഒരു നിയമം പറഞ്ഞിരുന്നു. ആ നിയമം ഇവിടെ അപ്ലൈ ചെയ്യണം. കാരണം ദി എർത്ത് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റാണ്, ഏകവചനമാണ്. ഭൂമികൾ ഇല്ലല്ലോ, ഭൂമി മാത്രമേ ഉള്ളൂ. ഭൂമി ഏകവചനമാണ്, അതുകൊണ്ടാണ് റിവോൾവ്സ് എന്ന് പറഞ്ഞത്. അടുത്ത സെൻറ്റൻസിൽ ദേ ഡാഷ് ഓൺ എവ്രി ഡേ. ദേ ഡാഷ് ഓൺ എവ്രി ഡേ. എവ്രി ഡേ എന്ന ആ ഹിൻഡ് വേർഡ് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ആ വാക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആയിരിക്കുമെന്ന്. ഇനി സബ്ജക്റ്റിനെ നോക്കുക. ദേ ആണ് സബ്ജക്റ്റ്. ദേ പ്ലൂറൽ ആയതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമുക്ക് മീറ്റ് എന്ന ആൻസറാണ് കൊടുക്കാൻ കഴിയുക. ഒന്നാമത്തെ ആൻസർ ദേ മീറ്റ് ഓൺ എവ്രി ഡേ. ഓക്കെ. അടുത്തത് ദ പ്രൈം മിനിസ്റ്റർ ഡാഷ് ചൈന നെക്സ്റ്റ് വീക്ക്. ഇത് ഓൾറെഡി ചാർട്ട് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. അടുത്ത ആഴ്ച പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ചെയ്യുന്നു. എവിടെ?
ചൈന വിസിറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അടുത്ത ആഴ്ചയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് എങ്കിലും ഇത് ഓൾറെഡി ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ വിസിറ്റ്സ് എന്നാണ് വരേണ്ടത്. വിസിറ്റ് എന്ന വെർബിനോടൊപ്പം എസ് എന്ന ആ ലെറ്റർ ചേർത്തിരിക്കുന്നു. കാരണം ദ പ്രൈം മിനിസ്റ്റർ എന്നത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് വിസിറ്റ്സ് എന്ന് വന്നത്. അതേ ചോദ്യത്തിൽ ദി പ്രൈം മിനിസ്റ്റർ ആൻഡ് ദി പ്രസിഡൻറ്റ് എന്നായിരുന്നെങ്കിൽ നമുക്ക് വിസിറ്റ് ചേർക്കാമായിരുന്നു. ഓക്കെ, ആദ്യത്തെ ഓപ്ഷൻ ചേർക്കാമായിരുന്നു. എന്നാൽ ഇവിടെ ദി പ്രൈം മിനിസ്റ്റർ ഏകവചനമാണ്, അതുകൊണ്ടാണ് വിസിറ്റ്സ് എന്ന് ചേർക്കുന്നത്. നാലാമത്തെ ചോദ്യം, രാഹുൽ യൂഷ്വലി ഡാഷ് ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ്. യൂഷ്വലി എന്ന ആ ഹിൻഡ് വേർഡ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ കുറിക്കുന്ന ഒരു വാക്കാണ്. രാഹുൽ യൂഷ്വലി ഡാഷ് ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ്. രാഹുൽ ഏകവചനമാണ്, അതുകൊണ്ട് തന്നെ റീഡ്സ് എന്ന ആൻസറാണ് ഇവിടെ വരേണ്ടത്. റീഡ്സ്, രാഹുൽ റീഡ്സ് ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ്. അവിടെ യൂഷ്വലി എന്നത് ഒരു ഹിൻഡ് വേർഡാണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഈ സെൻറ്റൻസ് എന്നുള്ളതിൻ്റെ ഹിൻഡ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തണം. നിങ്ങളുടെ കമൻസ് വളരെ വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ക്ലാസ്സുകൾ കൂടുതൽ നന്നാക്കാൻ നിങ്ങളുടെ കമൻസ് സഹായിക്കും. അതുപോലെ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും വളരെ വളരെ വിലപ്പെട്ടതാണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.